CPM-ൽ എല്ലാം ശാന്തമാണല്ലോ. അത് പിന്നെ പറഞ്ഞു കൊടുക്കടാ. എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും അഴുക്ക തന്തയേക്കാ മോശം. ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നെ ആരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. ശരി, പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാൻ നേതൃത്വത്തെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. നീ ഒന്നും പണയണ്ട. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. ആയാളെ വാല് പന്തിയിലാണ്ട് കൊല്ലം കുഴലിട്ടാലും നേരെ ആവില്ലെന്ന് പറഞ്ഞ പോലെ തന്റെ കാര്യം. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. നിങ്ങൾ ആദ്യം പട്ടിയാക്കി മാറ്റുന്ന കൂട്ടർ തന്നെയാ. അന്നൊന്നും നമ്മളൊക്കെ തളർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ട് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. പോത്തിന്റെ ചെവിയെ വേദോന്നിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. സോറി, ഞാനത് അറിഞ്ഞില്ല. അത് കേട്ടിട്ടില്ല. ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോജിച്ച് നിൽക്കണ്ട കേട്ടാ. നിങ്ങൾ ബുദ്ധിമാനായിട്ടൊന്നും അഭിനയിക്കൊന്നും വേണ്ട. എനിക്ക് അത്രക്കൊന്നും ബുദ്ധിയില്ല. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. എന്തൊരു ചൊറിച്ചില്. അത്രേ ഉള്ളൂ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.